പക്ഷെ ഒരു ട്രാൻസ് ഇപ്പം നടന്നു പോകുമ്പം അവർ കൊള്ളാം, അടിപൊളി പീസിനെ കിട്ടുമോ, എവിടെ കിട്ടും, രാത്രി എവിടെ ആയിരിക്കും നിൽക്കുക എന്നൊക്കെ ആയിരിക്കും ഇവിടെ ചിന്ത. എത്ര കൊടുക്കേണ്ടി വരും, ഇതൊക്കെയാണ് അവർക്ക് ഒരു ട്രാൻസിനെ കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നോക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1500 കൂടുതൽ ആൾക്കാർ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട് അറിവിൽ. അപ്പോൾ അതുപോലെ ഓരോ ജില്ലകളിലും ഉണ്ട്. ഒരുപാട് ഏജ് ആയിട്ടുള്ള ജീവിക്കുന്ന ആൾക്കാരും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ. പക്ഷെ നമ്മളുടെ വാർദ്ധക്യം എങ്ങനെ ആയിരിക്കും എന്ന് ആരും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആത്മകഥ എഴുതി ഒരു 75-80% ആയപ്പോഴത്തേന് പുള്ളി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അതവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നോട് എഴുതാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എൻ്റെ ചേട്ടനോടൊക്കെ പറഞ്ഞത് എൻ്റെ അനിയൻ എന്താണ് ഇങ്ങനെ വേറെ ഭാഷ ഉപയോഗിച്ചിട്ട് അങ്ങനെ നടക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു തിരിച്ചറിവാണ്, ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള തിരിച്ചറിവാണ് വരുന്നത്. ഞാൻ ഇതാണ് എന്ന് തിരിച്ചറിയാനുള്ള സമയമാണെന്നാണോ പറയുന്നത്? അതോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഞാൻ പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പം ദീപയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ശരിക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള, മുമ്പോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് പറഞ്ഞിരുന്നല്ലോ, സൂയിസൈഡ് അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ, നാട് വിടുക എന്നുള്ളൊരു ഓപ്ഷൻ. ഈ ഓപ്ഷൻസിലേക്ക് പോയത് എങ്ങനെയായിരുന്നു? ഇത്ര സ്ട്രോങ് ആയതെന്നാണോ ഉദ്ദേശിച്ചത്? അതെ, സ്ട്രോങ് ആയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സർജറിയൊക്കെ ചെയ്ത ആ ഒരു നമ്മൾ ആ മനസ്സിന് ഇണങ്ങിയ, മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഒരു സ്ത്രീ ആകുന്നിടം വരെ നമ്മൾ ഒരുപാട് സ്ട്രഗിളുകൾ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ഫാമിലിയിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും ഒരുപാട് കാണുമ്പോൾ എല്ലാവരും ദീപ എന്നാണ്ട് നല്ല ടിപ് ടോപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നു. പക്ഷെ നമ്മളിവിടെ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കാൻ എനിക്കെന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടായിട്ടായിരിക്കുമല്ലോ എന്നെ ഈ ഒരു ക്യാമറയുടെ മുന്നിലേക്ക് വിളിച്ചത്. അപ്പം അവിടെ സാധാരണ ആൾക്കാരും വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഒരു ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ വരിക. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ പെട്ടെന്നൊരു ക്യാമറയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഫിലിമിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ വന്നിട്ടുള്ളത്. അത് നമ്മളെ ജീവിതം പഠിപ്പിക്കുകയാണ് ഓരോ രീതിയിലും. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ ജീവിതം പഠിച്ചിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് വിശക്കുന്നവരെ വിശന്ന് കൈ നീട്ടുന്ന ആൾക്കാരെ കാണാൻ ഭയങ്കര സോഫ്റ്റ് കോർണർ ഉണ്ടാവും, ഭയങ്കര വിഷമോ, ഞാൻ ഫുഡ് മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കും. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ, കാരണം ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ ഭക്ഷണം കിട്ടാണ്ട് 4 ദിവസമൊക്കെ വെള്ളം കുടിച്ചൊക്കെ ജീവിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശപ്പിൻ്റെ ആ ഒരു വില മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുപോലെയാണ് ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ വരുന്നത്. ഇപ്പൊ കറണ്ട് ലൈഫ് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ മൂവി ചെയ്തു, ഈ പറഞ്ഞ പോലെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്ടിങ്, മോഡലിങ്, ഗ്ലാമർ എന്നൊക്കെ പറയുന്നത് ഒരു പീരീഡ് വരെ ഉണ്ടാവത്തുള്ളൂ അല്ലേ. അത് കഴിയുമ്പോൾ എൻ്റെയൊക്കെ ഒരു കാലഘട്ടം അവസാനിക്കും. എൻ്റെ അറിവിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയൊക്കെ റിലീവ് ചെയ്ത് സർജറിയൊക്കെ ചെയ്ത് ഈ നമ്മുടെ അതിന് ശേഷം വന്ന് ഒരുപാട് ഏജ് ആയിട്ടുള്ള ജീവിക്കുന്ന ആൾക്കാരും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവിൽ. പക്ഷെ നമ്മളുടെ വാർദ്ധക്യം എങ്ങനെ ആയിരിക്കും എന്ന് ആരും ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം സാധാരണ ഒരു ഹ്യൂമനിലാണെങ്കിൽ വാർദ്ധക്യം നമ്മൾ കാണുന്നുണ്ട്. അച്ഛനെ അമ്മയും കൊണ്ട് അനാഥാലയത്തിൽ ഇടുക, അല്ലെങ്കിൽ അങ്ങനെ അനാഥാലയത്തിൽ ഇടാത്തൊരു വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും അല്ലേ, തെരുവിൽ കിടക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു ഭംഗിയും അല്ലെങ്കിൽ ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ആരോഗ്യമുള്ള ആ ഒരു സ്റ്റേജിൽ ഇപ്പം എല്ലാവരും ഇങ്ങനെ പോകുന്നു. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്റ്റേജ് എന്ന് ആരും ചിന്തിക്കുന്നുണ്ടാവില്ല അല്ലേ. പക്ഷേ ഞാനിപ്പോൾ അതിൽ അപ്ഡേറ്റഡ് ആണ്. ഞാൻ ചിന്തിക്കുന്നുണ്ട് ഒരു 20 വർഷം കഴിഞ്ഞ് ഞാൻ എന്താകും എന്നൊക്കെയുള്ള കാര്യം ചിന്തിക്കുന്നുണ്ട്. അപ്പം അന്നത്തേക്ക് എന്ത് ചെയ്യണം എന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 വർഷം കഴിഞ്ഞ് എന്താവും. അപ്പോൾ ഈ ഭംഗിയൊക്കെ പോവും, ചുളുകൾ വീഴും, ഇൻ്റർവ്യൂവിന് ആരും വിളിക്കത്തില്ല, സിനിമയിൽ ആരും വിളിക്കത്തില്ല. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ. വാടകയ്ക്ക് പൈസ കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ എന്താണ് നമ്മൾ അന്നത്തേക്ക് കരുതിക്കൂട്ടി വെക്കേണ്ടതെന്ന് നമ്മൾ ഇപ്പം ചിന്തിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? കുറച്ച് സേവിങ്സ് വേണം. അതുപോലെ തന്നെ കയറി കിടക്കാനൊരു ചെറിയൊരു വീട് വേണം. അതിൻ്റെ ഒരു ഓട്ടത്തിലാണ് ഞാൻ. കാരണം ഇനി കുറച്ച് പീരീഡ് മാത്രമേ ഉള്ളൂ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മളെപ്പോലുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജോലിയില്ല, അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാൽ മാത്രം അതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നപ്പം ഒരുപാട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അതിനിടയിൽ അതിൻ്റെ സൈഡായിട്ട് ആക്ടിങ് പോകുന്നുണ്ട്, പിന്നെ അതും പോകുന്നുണ്ട്. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യണം, തിരിച്ചറിയണം. ഇപ്പം ഞാൻ നേരത്തെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ ദീപാ റാണി എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ
അജിന എന്ന് പറഞ്ഞൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് നമുക്കൊരു തെളിവ് വേണം. അതിന് വേണ്ടിയിട്ടും കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ സിനിമയായാലും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് പോകുന്നത്. പിന്നെ തിരക്ക് ഇട്ട് ജീവിതം വെച്ച് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു ആത്മകഥ അണയാത്ത ദീപങ്ങൾ എന്ന് പറയുന്ന ഒരു ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ട് ഒരാൾ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആത്മകഥ എഴുതി ഒരു 75-80% ആയപ്പോഴത്തേന് പുള്ളി എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നോട് എഴുതാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പിന്നീട് നമ്മൾ ജീവിച്ചിരുന്നതിൻ്റെ രേഖ വേണമല്ലോ എന്ന് വെച്ച് ഞാൻ ഒരു പിന്നെ ആത്മകഥ എഴുതുന്നതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി, യൂട്യൂബിലൊക്കെ നോക്കി റെഫർ ചെയ്ത് കുറേ ബുക്സൊക്കെ റെഫർ ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ ആത്മകഥ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഒരു 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി സമയം കിട്ടുമ്പോൾ എഴുതി പോവാണ്. ഇപ്പം ഒരു വിഷനോട് കൂടിയാണല്ലേ ദീപ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യചിഹ്നം വരെ എനിക്ക് തോന്നുന്നു ഇപ്പം മുമ്പിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്ലാൻഡായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിലാണ് എല്ലാവരും ആക്ഷേപിക്കുന്നതും അല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ് ആണ് എന്നൊരൊറ്റ പേരൊക്കെ കൊടുത്ത് പോകുന്നത്. ആ കൂട്ടത്തിലും നേരെയുള്ള ജോലി ചെയ്ത് ജീവിക്കുന്നവർക്കും ഒരുമിച്ചല്ലേ ഈ പേര് കേൾക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെയാ? അതിന് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, സ്ത്രീകളിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, പുരുഷന്മാർ സെക്സ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? പുരുഷ വേശ്യകൾ എന്ന് പറയും. എന്നുവെച്ചാൽ സ്ത്രീകൾ എങ്ങനെ പുരുഷനെ സമീപിക്കുന്നു അതുപോലെ പുരുഷൻ കാശ് വാങ്ങിയിട്ട് സ്ത്രീകളെ സമീപിക്കുന്നുണ്ട്. അതും ഈ സ്ത്രീകൾ ഈ സെക്സ് വർക്കേഴ്സിൻ്റെ കാറ്റഗറി പെട്ടതാണ്. അതും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ എടുത്തു നോക്കാൻ ഒരുപാട് ആൾക്കാർ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മെയിൽ സെക്സ് വർക്കേഴ്സ്. എന്നുവെച്ചാൽ അവർ ഗേ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ് കാറ്റഗറി അല്ല, സാധാരണ സ്ത്രീകൾ പുരുഷൻ സ്ട്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പാ സെൻറ്ററിൽ സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ഐഡൻറ്റിറ്റി റിലീവ് ഇങ്ങനെ സെക്സ് വർക്ക് എന്ന ഐഡൻറ്റിറ്റി റിലീവ് ചെയ്ത് ഓരോ ജില്ലയിലും ഒരുപാട് സ്ത്രീകൾ, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നോക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1500 കൂടുതൽ ആൾക്കാർ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട് അറിവിൽ. അപ്പോൾ അതുപോലെ ഓരോ ജില്ലകളിലും ഉണ്ട്, സ്ത്രീകളായാലും പുരുഷനായാലും ഇങ്ങനെ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലും സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു സ്ത്രീ നടന്നു പോകുമ്പം ഒരാളും അവരെ സെക്സ് വർക്ക് ചെയ്യുന്ന സ്ത്രീ എന്നുള്ള ലേബൽ അവർ നോക്കുന്നില്ല. ഒരു സ്ത്രീ പോയി കഴിഞ്ഞാൽ അതൊരു സ്ത്രീ കൊള്ളാം എന്നുള്ള രീതിയിൽ നോക്കുന്നുള്ളൂ. പക്ഷെ ഒരു ട്രാൻസ് ഇപ്പം നടന്നു പോകുമ്പം അവർ കൊള്ളാം, അടിപൊളി പീസിനെ കിട്ടും, എവിടെ കിട്ടും, രാത്രി എവിടെ ആയിരിക്കും നിൽക്കുക എന്നൊക്കെ ആയിരിക്കും ഇവിടെ ചിന്ത. എത്ര കൊടുക്കേണ്ടി വരും, ഇതൊക്കെയാണ് അവർക്ക് ഒരു ട്രാൻസിനെ കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കുന്നത്. ചിലപ്പോൾ അവർ സെക്സ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കില്ല, അവർ മാന്യമായിട്ട് നല്ല ജോലി ചെയ്ത് ജീവിക്കുന്ന ആളായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ ഒരു പുരുഷനെ ആരും പുരുഷ വേശ്യാന്ന് ആരും കുത്തുന്നില്ല. ഒരു സ്ത്രീയെ പോകുന്ന വഴിക്ക് അവൾ സെക്സ് വർക്കാന്ന് പറയുന്നില്ല അല്ലേ? ട്രാൻസിനെ സെക്സ് വർക്ക് ചെയ്യുന്ന അവരുടെ ആവശ്യങ്ങൾക്കും ഗതികേട് കൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീകളും ഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഗതികേട് കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സുഖത്തിന് വേണ്ടി പോയി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ആരും പറയുന്നില്ല. നമ്മളുടെ ഒരു വിഭാഗം, ന്യൂനപക്ഷമായിട്ടുള്ള വിഭാഗം മാത്രം സെക്സ് വർക്ക് ചെയ്യുന്ന അവർ ഫുള്ള് ട്രാൻസ് മൊത്തം സെക്സ് വർക്കേഴ്സാണ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയാണ്, അങ്ങനെയാണ് പറയുന്നത്.